നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണനോട് കുറച്ച് ദിവസമായി ചോദിക്കണം, അമ്മ എനിക്ക് പായസം ഉണ്ടാക്കി താന്ന്. പക്ഷേ ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ നമുക്ക് പകുതി സാധനങ്ങൾ ഇവിടെ കാണില്ല, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അതും ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു, നമ്മുടെ മക്രോണി വെച്ചിട്ട് പായസം ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഇവിടെ അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. കാരണം എനിക്കിടയ്ക്ക് പാസ്തയൊക്കെ ഉണ്ടാക്കി തന്നെ ഇഷ്ടമാണ്. കുഞ്ഞിപ്പെണ്ണ് വലിയ പ്രിയമില്ല, ചേട്ടായിക്ക് അത്ര ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ സാധാ സേമിയ പായസം തന്നെ കേട്ടോ. ഉണ്ടാക്കാനും വലിയ പങ്കപ്പാടൊന്നുമില്ല, ടേസ്റ്റും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം അതാണ്. പിന്നെ എനിക്ക് അമ്മച്ചി അച്ചച്ച ഉണ്ടാക്കണം, നമ്മുടെ ചെറുപയർ അരിയും വെച്ചിട്ടുള്ള പായസം അവരുണ്ടാക്കണം എനിക്കിഷ്ടം. അല്ലാണ്ട് വേറെ പായസത്തിനോട് പൊതുവേ എനിക്ക് പായസങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അത്ര പ്രിയം എന്ന് പറയാൻ ഈ സേമിയ പായസവും മറ്റേ ചെറുപയറും അരിയും പായസമാണ്. അല്ലാണ്ട് വേറെ പായസം അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. കുഞ്ഞിപ്പെണ്ണ് പായസം ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ പായസം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മക്രോണി വെച്ച് പായസം ഉണ്ടാക്കി. കൊള്ളാം കേട്ടോ, നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ മുന്തിരിക്ക് ചെറിയൊരു കയ്പുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു കേട്ടോ.